ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എച്ചിപ്പാത്രം കഴുകാൻ പോലും ജഗനെ ഇപ്പൊ ആരും നിർത്തുന്നില്ല. അത് നിന്നെ ഭയന്ന. ആ അവസരത്തിൽ തുടങ്ങിയ ഏർപ്പാടാ സ്വന്തമായിട്ടൊരു തട്ടുകട. അത് നിന്റെ ഗുണ്ടകൾ നാശക്കോടാലിയാക്കിയില്ലടാ. തട്ടുകട നിന്ന സ്ഥലത്ത് കുറുപ്പിനെ ഭയന്നൊരു പുല്ലുപോലും കിളുക്കുന്നില്ലെന്നാ നാട്ടുകാരുടെ കമന്റ്. എന്നിട്ട് നിനക്കെന്താടാ ഒരു മൂടൗട്ട്? കുരുട്ടുബുദ്ധിയിലും കൂർമ്മബുദ്ധിയിലും കുറുപ്പിനെ വെല്ലാൻ ആരുമില്ലെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പ്രായോഗിക ബുദ്ധിയിൽ ജഗനാണ് മുമ്പിൽ. അവനിപ്പോ പുരോഗതിയുടെ പാതയിലാ ചേച്ചി. പുരോഗതിയുടെ പാതയിലോ? അതെ. അവനിപ്പോ വിക്രവുമായിട്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുക. ബിസിനസ്സിൽ നല്ല പുരോഗതിയും നല്ല വരുമാനം ഉണ്ടെന്നാ കേട്ടത്. പട്ടിണിയാണെന്ന് നമ്മൾ വിധി എഴുതുന്നവർ പഞ്ഞമില്ലാതെ ജീവിക്കുന്നു. അതാ എന്റെ മൂഡ് ഓഫിന് കാരണം. വിക്രമും ജഗനും തമ്മിൽ സൗഹൃദത്തിലായിരുന്നില്ലല്ലോ. അകന്നു കഴിഞ്ഞിരുന്ന അവര് തമ്മിൽ എങ്ങനെ അടുത്തു? അതിന്റെ പിന്നിലും ചരട് വലിച്ചത് വന്ദനാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. വന്ദനയുടെ അനുജത്തിയുടെ ഭർത്താവാണല്ലോ വിക്രം. അനിയത്തി ഇല്ലാതായെങ്കിലും ആ ബന്ധം അവിടെ കിടപ്പുണ്ട്. ആ ബന്ധം പറഞ്ഞ് വിക്രമനെയും ജഗനെയും തമ്മിൽ സൗഹൃദത്തിലാക്കിയത് വന്ദനയാവാനാ സാധ്യത. അപ്പോ വന്ദന വിജയിച്ചു നിൽക്കുകയാണല്ലേ? അതെ. നമ്മൾ ഇതുവരെ നടത്തിയ പോരാട്ടങ്ങളെല്ലാം വന്ദനയും ജഗനും അതിജീവിച്ചിരിക്കുന്നു. അത് ഒരു പരാജയമല്ലേ ചേച്ചി നമുക്ക്? അത് അംഗീകരിക്കാൻ പാടില്ല. വിക്രമിനെ ഒതുക്കണം. ചേച്ചി, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല വിക്രം. കോടീശ്വരനാ. വമ്പന്മാരുമായിട്ടുള്ള അയാളുടെ അടുപ്പം രാഷ്ട്രീയക്കാരനെ എന്നേക്കാൾ വളരെ കൂടുതലാ. എന്തും ചെയ്യാൻ മടിക്കാത്ത അയാളോട് കൊമ്പ് ഓർക്കുന്നത് അപകടമാ. വമ്പന്മാരെ കൊമ്പ് കുത്തിച്ച് പാരമ്പര്യമുള്ള ആനന്ദവല്യ വിരട്ടുന്നോടാ. വിക്രമിനോട് ആരേറ്റുമുട്ടുന്നു? എതിരാളി ശക്തനാണെങ്കിൽ അയാളുടെ തല കൊയ്യാൻ വാളെടുക്കരുത്. തന്ത്രങ്ങൾ മെനഞ്ഞ് തറ പറ്റിക്കാൻ നോക്കണം. മനസ്സിലായില്ല. എല്ലാം വഴിയെ മനസ്സിലായിക്കൊള്ളും. ജഗന്റെ ബിസിനസ് തകർക്കണം. സർവപ്രതാപവും അറ്റ് സകല വഴികളും അടഞ്ഞ് ജഗൻ വീണ്ടും നിന്റെ കാൽ ചുവട്ടിൽ വന്നിരിക്കും. ഈ ആനന്ദവല്ലി വരുത്തിയിരിക്കും.